ഞങ്ങളെ ഒരു യാത്ര പോവാണേ. വേറെ എവിടേക്കും അല്ല. ഞാനും എന്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ സ്വന്തം നാടായ ഇടുക്കിയിലേക്ക്. പ്രോപ്പർ ഇടുക്കിയല്ല, കട്ടപ്പനയ്ക്കടുത്ത് നെടുങ്കണ്ടം എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം. അവിടുന്നും കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകണം. സത്യത്തില് മൂന്നാറും വാഗമണ്ണും ഒക്കെ പോകുന്നതിനേക്കാളും എന്തൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണെന്നറിയാമോ ഞങ്ങളുടെ നാട്. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായതുകൊണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാനുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലോ എന്തൊരു തണുപ്പാണെന്നറിയാമോ. നല്ല മരം കോച്ചുന്ന തണുപ്പും ഇടതൂർന്ന് പെയ്യുന്ന മഴയും നല്ല കിളികളുടെ സൗണ്ടും രാവിലത്തെ ആ പച്ചപ്പും മഞ്ഞും ഒക്കെ കാണാൻ എന്തേരെ കണ്ടാലും മതി വരാത്തത്ര ഭംഗിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റതും ഏലത്തോട്ടത്തിന്റെ അകത്തെ കൂടെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അതൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട്. കാപ്പിപ്പൊടി നമ്മുടെ ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയതായതുകൊണ്ട് കട്ടൻ കാപ്പിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനൊരു 3ാം ക്ലാസ് വരെ ഇവിടെയായിരുന്നേ. അത് കഴിഞ്ഞാണ് അച്ഛന് ജോലിയൊക്കെ ആയിട്ട് എറണാകുളത്തേക്ക് വന്നത്. ആ 3ാം ക്ലാസ് വരെയുള്ള കാലം എന്ന് പറഞ്ഞാല് എന്തൊരു രസമായിരുന്നു എന്നറിയാമോ. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്നതിന്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ട്. ഇടുക്കി എന്ന് പറയുമ്പോ തന്നെ എനിക്ക് 100 നാവാണ് സംസാരിക്കാനായിട്ട്. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം സിനിമയില്ലേ, സത്യത്തിൽ അത് തന്നെയാണ് ഇടുക്കിയിലെ ജീവിതവും. എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിക്കും. എന്റെ അമ്മയുണ്ടല്ലോ 10-30 വർഷം അവിടെ താമസിച്ചതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ അമ്പാടിയുടെ പൊതപ്പൊരിടത്ത് പൊതിച്ച് തണുപ്പ് സഹിക്കാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടി ഇരിക്കുക. അങ്ങനെ നല്ല അടിപൊളി കപ്പയും നല്ല മുളകിട്ട ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ തണുപ്പത്ത് ഈ ചൂടൻ കപ്പയും ബീഫ് കറിയും കൂടെ കൂട്ടി ഒരു കട്ടൻ ചായയും കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ അമ്മയെ എന്നാ സുഖാണെന്നറിയാമോ. എന്റെയൊക്കെ ചെറുപ്പത്തില് ഓണവും ക്രിസ്മസും ഒക്കെ വന്നാല് ഇവിടെ ഒരു കോമൺ പാറയുണ്ട്. ഇവിടെ നല്ല ആഘോഷമാണ് എല്ലാവരും കൂടെ ചേർന്ന്. ആ പാറയെന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടത്. ഈ ചെമ്പരത്തി പൂവിന്റെ തേനും കുടിച്ചുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.